ഏത്തപ്പഴം ഒന്നും കഴിക്കാത്ത കുട്ടികളെ എങ്ങനെയെങ്കിലും പറ്റിച്ചൊന്ന് കഴിപ്പിക്കണ്ടേ. അപ്പോൾ ദേ പിടിച്ചോ, ഒരു ഹെൽത്തി സ്നാക്ക്. ഇത് എണ്ണയിൽ വറക്കുന്നൊന്നുമല്ല, നല്ല ആവിയിൽ വേവിച്ച പലഹാരമാണ്. ഒരു 2-3 ഏത്തപ്പഴം ഉണ്ടെങ്കിൽ ചടപടേന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇതിൽ നിറച്ചും നട്ട്സും തേങ്ങയും ശർക്കരയൊക്കെ ഉപയോഗിച്ചിട്ടുള്ളൂ, പഞ്ചസാരയൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഒരു 3 ഏത്തപ്പഴം അല്ലെങ്കിൽ നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ ഒരു 2 എണ്ണമൊക്കെ എടുത്താൽ മതി. ഇതുപോലെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത്തപ്പഴത്തിൻ്റെ പഴുപ്പ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ സ്നാക്കിൻ്റെ ടേസ്റ്റും കൂടും. ഇനിയും ശർക്കര ഒരു 175 ഗ്രാം ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൽ കൂടരുത്, കുറഞ്ഞാലും കുഴപ്പമില്ല. ഇനി ഈ ശർക്കര നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം, അടികട്ടിയുള്ള ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ശർക്കരയൊന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ശർക്കര അവിടെ നിന്ന് മെൽറ്റായി വരട്ടെ. നമുക്ക് വേറൊരു പാൻ അല്ലെങ്കിൽ അടികട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ നിറച്ചും നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇച്ചിരി നെയ്യ് കൂടിയാലും കുഴപ്പമില്ലേ, രുചി കൂടത്തേ ഉള്ളൂ. അപ്പോൾ നെയ്യ് ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ കാഷ്യൂ നട്ട്സ് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂണൊക്കെ ചേർത്തിട്ടുണ്ട്, കൂടിയാലും പ്രശ്നമില്ല. നമുക്ക് വേണമെങ്കിൽ കാഷ്യൂ നട്ട്സിന് പകരം കുറച്ച് കപ്പലണ്ടി അതിൻ്റെ കൂടെ ചേർക്കാം. അപ്പോൾ ഇതൊന്ന് റോസ്റ്റായി വരുമ്പോൾ നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരിങ്ങയാണ് ഞാൻ ചേർക്കുന്നത്. ഉണക്കമുന്തിരിങ്ങ എനിക്ക് അത്ര അങ്ങോട്ട് ഇതുപോലെ സ്വീറ്റ് സ്നാക്കൊക്കെ ചെയ്യുമ്പോൾ അത്രയ്ക്ക് ഇഷ്ടമല്ല. നമ്മളിങ്ങനെ നന്നായിട്ട് മധുരം കഴിച്ചു വരുമ്പോഴേ ആ ഒരു പുളിയുടെ ഒരു ടേസ്റ്റ് വരത്തില്ലേ, അതിനോട് അത്രയ്ക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ്. കുട്ടി ഇടണമെങ്കിൽ ഇടാൻ കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് ഏത്തപ്പഴം മുറിച്ച് വെച്ചത് ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് തീ ഒന്ന് കുറച്ച് വെച്ചോളൂ കേട്ടോ. എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏത്തപ്പഴം ഒരു 5 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നന്നായിട്ട് വെന്ത് വന്നോളും. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അത് അവിടെ നിന്ന് കുക്കാവട്ടെ. നമ്മൾ മെൽറ്റ് ചെയ്യാൻ വെച്ച ശർക്കര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇത് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പം ഏത്തപ്പഴമൊക്കെ ഇങ്ങനെ വെന്ത് ഉടഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്ക് കുറച്ച് കഷ്ണം ഇരുന്നോട്ട് കേട്ടോ. നമ്മൾ കഴിക്കുമ്പോഴേ ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടിയാൽ നല്ല ടേസ്റ്റ് അല്ലേ. ഇനി കുട്ടികൾക്ക് ഏത്തപ്പഴം കടിക്കുന്നതൊന്നും ഇഷ്ടമല്ലെങ്കിൽ നന്നായിട്ട് തന്നെ അങ്ങ് വേവിച്ച് ഉടച്ച് എടുത്തോളൂ. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതോടെ ഇട്ട് കൊടുക്കാം. തേങ്ങയ്ക്കൊന്നും അങ്ങനെ ഒരു മെഷർമെൻറ്റ് ഒന്നുമില്ലേ. നമുക്ക് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. ഇനി അധികം ഇഷ്ടമല്ലെങ്കിൽ കുറയ്ക്കാം. അതൊരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ആ തേങ്ങയുടെ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊന്ന് പോകാൻ വേണ്ടിയിട്ട് 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ആക്കുകയാണ്. ഇത് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനിയും നമുക്കൊരു ബൗളിലേക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്കൊരു ബാറ്ററാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ശർക്കര ഇതിലേക്ക് ഒഴിച്ചാണ് നമ്മളിതൊരു മാവാക്കി എടുക്കുന്നത്. അപ്പോൾ ശർക്കരയൊന്ന് അരിച്ച് ഒഴിക്കട്ടെ. തണുത്തതിന് ശേഷം വേണമേ ശർക്കര ഒഴിക്കാൻ. ഇപ്പം മുഴുവൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അധികം പൊടിയൊന്നും ഇല്ലാത്ത ശർക്കരയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 1 കപ്പ് വെള്ളത്തിലാണ് ശർക്കര മെൽറ്റ് ചെയ്തെടുത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു ഫോർക്കോ ഹാൻഡ് വിസ്കോ ഉപയോഗിച്ച് മിക്സ് ചെയ്യുക. ഫോർക്കിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ ചെറിയ കട്ടകളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം അങ്ങ് ഉടഞ്ഞ് നല്ലൊരു സ്മൂത്ത് ബാറ്ററായിട്ട് വരും. കണ്ടോ, ഈ ഒരു രീതിയിൽ ആയി വരും. ഇപ്പോൾ ഇത് കുറച്ച് കട്ടിക്കാണേ ഉള്ളത്. ഇനി നമ്മൾ ആ ഒരു തണുക്കാൻ വെച്ച മിക്സ്ചർ ഉണ്ടല്ലോ, ഏത്തപ്പഴവും നമ്മുടെ നട്ട്സും ഒക്കെയുള്ള ആ ഒരു മിക്സ്ചറോട് ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ നമുക്ക് ചേർക്കാം. ഒരു 1/2 കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. ഈ പാത്രം മാറ്റേണ്ട ആവശ്യമുണ്ടേ. അപ്പോൾ ഞാൻ കുറച്ച് വലിയ പാത്രത്തിലോട്ട് മാറ്റി. അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ മിക്സ്ചർ എല്ലാ ഭാഗത്തേക്കും എത്തണം. ആ ഒരു രീതിയിൽ മിക്സ് ചെയ്ത് എടുക്കുക. ഇനി നമുക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ അളവും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ, നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ച്. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ചെന്ന് പറയുമ്പോൾ ഒരു 3 to 4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ബാറ്റർ ഒത്തിരി അങ്ങ് തിക്കാണെന്ന് തോന്നി. അപ്പോൾ ബാറ്റർ ഒത്തിരി അങ്ങ് ലൂസായും പോരുത്, എന്നാൽ ഒരുപാട് അങ്ങ് തിക്കാകരുത്. ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മുടെ ബാറ്റർ പെട്ടെന്ന് റെഡി ആയില്ലേ. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. പ്ലേറ്റിൽ ഞാനൊരു വാഴയില വെച്ച് കൊടുത്തിട്ടുണ്ട്. പ്ലേറ്റിൽ ഞാൻ നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്തു, നെയ്യോ ഓയിലോ. അതുപോലെ വാഴയിലയിലും ഞാൻ നെയ്യ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഈ വാഴയിലയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ, ഞാനൊരു ഡിസൈനിന് വേണ്ടിയിട്ട് ചെയ്തതേ ഉള്ളൂ. നമുക്ക് ഡയറക്റ്റായിട്ട് പ്ലേറ്റിൽ കുറച്ച് നെയ്യ് ഇട്ടതിന് ശേഷം ഈ മാവങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇവനായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിത് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ സ്റ്റീം ചെയ്താൽ മതി. ഈ ഒരു സെറ്റപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി ഒരു 25 മിനിറ്റ് വരെ ഒന്ന് അടച്ച് സ്റ്റീം ചെയ്യാം. നമുക്ക് തുറന്ന് നോക്കാം.
മുകളിലൊന്ന് ടച്ച് ചെയ്ത് നോക്കിയാൽ മതി. ആ മാവ് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നെങ്കിൽ കുറച്ചുകൂടെ സമയം ഒന്ന് വെക്കുക. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ കിണ്ണത്തപ്പം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ആ പ്ലേറ്റിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. ഞാനിതിപ്പോൾ ഡിമോൾഡ് ചെയ്തു. ഇനി നമ്മുടെ ഈ ഒരു വാഴയില നമുക്ക് മാറ്റാം. നല്ലൊരു ഡിസൈനിന് വേണ്ടി ചെയ്തതാണ്, പക്ഷേ ഇടയ്ക്കൊരു കുഴി പോലെ വന്നിട്ടുണ്ട്. എന്നാലും പ്രശ്നമൊന്നുമില്ല. നല്ല സോഫ്റ്റായിട്ടുള്ള കിണ്ണത്തപ്പമാണ്. ഞാനിത് തിരിച്ചിടുകയാണ്. ഇതേ. അപ്പം നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന അളവിൽ ഇൻഗ്രീഡിയൻസ് എല്ലാം എടുക്കുകയാണെങ്കിൽ ഇതുപോലത്തെ സൈസിലുള്ള 2 കിണ്ണത്തപ്പം ഉണ്ടാക്കിയെടുക്കാം. വേണമെങ്കിൽ നമുക്ക് കേക്ക് ടിന്നിൽ ചെയ്യാം കേട്ടോ. മുഴുവൻ മാവും കൂടെ ഒരുമിച്ചൊഴിച്ച് കേക്ക് ടിന്നിൽ ചെയ്താലും മതി. അപ്പം ഞാൻ മുറിച്ചിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റാണ്. നമ്മളിത് കഴിക്കുമ്പോൾ നല്ല ഏത്തപ്പഴത്തിൻ്റെ ഫ്ലേവറും പിന്നെ ഇടയ്ക്ക് ആ ഒരു നട്ട്സൊക്കെ കഴിക്കാൻ കിട്ടുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കില്ലേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കൂടുതൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ്. ബൈ.